ശ്യാമേ, സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നു. ഇനി റിപ്പോർട്ടർ ടി വി കാണുമോ? ശ്യാമ് കാണുമോയെന്ന് ചോദിച്ചതാ. ഞാൻ എല്ലാ മീഡിയാസും കാണും, എല്ലാ മീഡിയാസും കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാനലുകളിലെ ഈ ഡിബേറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഞാനിത് കാണാറുണ്ട്. ഞാൻ ചോദിച്ചതിന് ഒരു കാര്യമുണ്ട്. കാരണം പഴയതുപോലെയല്ല, ഈ ചാനലുകളിലെ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ, അതിൽ ഒരു വിഭാഗം വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. അങ്ങനെ ഫാൻ ബേസ് ഉള്ള ആളുകളിൽ ഒരാളാണ് സുജയ പാർവതി. മറ്റ് കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തെ ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കണ്ണി എന്ന് പറയുന്നത് ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സുജയ പാർവതി ബിഗ് ടി വി എന്ന് പറയുന്ന പുതിയ മാധ്യമ സ്ഥാപനത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരെയും, പല ആളുകളെയും പല ചാനലുകളിൽ നിന്നും അവർ കൊണ്ടുപോയിരിക്കുന്നു. വലിയ തുക കൊടുത്താണ് കൊണ്ടുപോയിരിക്കുന്നത്. ചാനലുകളിൽ പഴയതുപോലെയല്ല. നമ്മൾ ഒരു വിഭാഗം ആളുകൾ പറയുന്ന പോലെ ടി വി കാണാൻ ആളില്ല എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് ശമ്പളം കൊടുത്ത ആളുകളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബിഗ് ടി വി മലയാളത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊരു മാധ്യമ സുനാമി ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു മാധ്യമ സുനാമി ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഇത്രയും പേരിലൊന്നും ഇത് നിൽക്കാനും പോകുന്നില്ല. ഒരുപാട് പേരെ കൊണ്ടുപോകും. ഒരുപാട് പേരെ അവർ കൊണ്ടുപോകും. അവർ ഈ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ റെഡ്ഡിമാരുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന സാധനമാണ് ഈ ബിഗ് ടി വി. ഈ സാധനം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആലോചിച്ചാണ് ഈ വിഷയം ഒരിക്കലും ചർച്ച ചെയ്താലോ സംസാരിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എത്ര പേർ പോയി എന്ന് പറയാതെ കണക്ക് നമുക്ക് കിട്ടുന്നില്ല. അതെ, കണക്ക് കിട്ടാതെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പലരെ എനിക്ക് അറിയാവുന്നവർ എന്നെ വിളിക്കും. നിന്നോട് ആര് പറഞ്ഞാ ഞാൻ പോകുന്നു? പലരുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ല. പോകാൻ തയ്യാറായിരിക്കുന്ന ചില ആളുകളുണ്ട്. അതെ, ഇത് ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. മലയാള മാധ്യമങ്ങൾ, ടെലിവിഷൻ മാധ്യമങ്ങളിലെ കാലഘട്ടം മാറി. പണ്ട് ഇന്ത്യ വിഷന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു അറിയുമോ? ഇന്ത്യ വിഷന്റെ അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു റീഡർ ഈ ചാനലിലെ ഈ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഞങ്ങൾ പ്രക്ഷേപണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞ ചാനലാണ്. ലൈവായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്തത് കുറച്ചു നേരം. പിന്നീട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതും കുറച്ചു കാലം ഓടിയില്ല. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ചെറിയ ശമ്പളം തന്നെ 3-4 മാസം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ കിട്ടുന്നത് 500 രൂപയൊക്കെ ആയിരിക്കും. അതായിരുന്നു ഇന്ത്യ വിഷന്റെ ഏറ്റവും അവസാനത്തെ സമയം. എല്ലാവരും അങ്ങോട്ട് എന്താ പറയാ, ഡെസ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പരാതിയും പരിഭവവും പറയാനേ സമയമുള്ളൂ. ദാരിദ്ര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് അവിടെ ഡെസ്കിൽ സമയം. ഇപ്പോഴത്തെ പോലെ ഇരുന്ന് ആഘോഷിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല. അല്ലെ ജോലിയുടെ ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അതായത് ഇപ്പോൾ പെട്ടെന്ന് വാർത്തകൾ കിട്ടണമല്ലോ. ഇതിപ്പോ ചില വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ചില ചാനലിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, ചില ഇങ്ങനെ ബ്രേക്കിംഗ് എഴുതി കാണിക്കും. ഒരു സംഭവം പറയാം. ഒരു ബ്രേക്കിംഗ് ഇങ്ങനെ എഴുതി കാണിച്ചു ഒരു ചാനലിൽ. ബ്രേക്കിങ്ങിനെ ഒരു റിപ്പോർട്ടർ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഈ സാധനം ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാർക്ക് ശമ്പളം മുടങ്ങി, 5 ദിവസമായിട്ടുള്ള മുടങ്ങിയിട്ട് 5 ദിവസമായി ഇവർക്ക് ശമ്പളമില്ല. ഈ റിപ്പോർട്ടർ ഉദ്ദേശിച്ച തന്നെ ഈ മുതലാളി ഒന്ന് കുത്തുക എന്നുള്ളതാണ്. അയാൾ ഇതിട്ട് ലൈവ് ഇട്ടിട്ടേ ആ റിപ്പോർട്ടർ ലൈവിൽ നിന്ന് റീഡർ ചോദിച്ചു, എന്താണ് ഇതിന് സംഭവിക്കാനുള്ള കാര്യം? ഇവിടെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ജീവിക്കും? സത്യം പറഞ്ഞ അയാൾ നമ്മുടെ അവസ്ഥകളെ കുറിച്ചാണ് സംസാരിച്ചത്. ശരിക്കും അയാൾ നമ്മുടെ അവസ്ഥകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ഈ മാധ്യമങ്ങളുടെ, അതായത് ടെലിവിഷൻ മാധ്യമങ്ങളുടെ ഒരു രീതിയെ മാറിയിരിക്കുന്നു. രീതി മാറുക എന്ന് പറയുന്നത് ചെറിയ രീതിയിലല്ല. ഓരോരുത്തരുടെയും സാലറി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പോൾ IT മേഖലയിലുള്ള സിഇഒമാർക്ക് വരെ കിട്ടുന്ന സാലറി ഇതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സാലറിയാണ് ഇത്തരത്തിലുള്ള വലിയ ആളുകൾക്ക്, അതായത് ഫാൻ ബേസ് ഉള്ള ആളുകൾക്ക്. ഇവർ ഒരിടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാനലിലുള്ള ഇവരെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കൂടെ അങ്ങോട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റേറ്റിംഗ് ഈ പ്രൈം ടൈമിലൊക്കെ റേറ്റിംഗ് താഴെ പോയി കഴിഞ്ഞാൽ പരസ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചാനൽ ഏർപ്പാടൊക്കെ ഏകദേശമൊക്കെ ഇത് പല ചാനലുകളുടെയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ തന്നെ ഒരു ചാനൽ പൂട്ടുന്ന അവസ്ഥ കിടക്കുക. ഒരു മാധ്യമ സ്ഥാപനം ഏകദേശമൊക്കെ പൂട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് ഒരിക്കലും ശ്രീധരൻ നായർ സാർ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനം പേര് പറഞ്ഞില്ല, പക്ഷെ
സ്ഥാപനം മിക്കവാറും പൂട്ടും ഉം. എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വന്ന് ഇവിടെ എന്താ പറയുക ചാനൽ തുടങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു, ഫണ്ടിങ് തയ്യാറാകുന്നു. അപ്പോൾ ഈ പറയുന്ന തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ ബിഗ് ടി വിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് അനിൽ അയ്യൂരാണ് 24-നെ ആ ലെവലിലേക്ക് ആക്കിയെടുത്ത് സെറ്റ് ചെയ്തത്. ചാനൽ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡിസൈൻ ചെയ്ത ചാനൽ ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഐഡിയ ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. ഏഷ്യാനെറ്റിന്റെ ഡിസൈൻ ശ്രീകണ്ഠൻ നായർ അല്ല അയ്യൂരായിരുന്നു. അത് ശരി. ഫ്ലവേഴ്സ്, 24, പിന്നെ ഇങ്ങനെയുള്ള ചാനലുകളിലൊക്കെ ഇരുന്ന അങ്ങനെ പ്രമുഖമായിട്ടുള്ള ചാനലുകളിലൊക്കെ ഇരുന്ന് അതിനെ സെറ്റ് ചെയ്തെടുത്ത ആളാണ് ഈ അനിൽ അയ്യൂർ. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ ഈ മലയാളത്തിൽ പോലെ കാഞ്ഞ ബുദ്ധിയാന്ന്, അതുപോലെയുള്ള ബുദ്ധിയുള്ള കൊള്ളാവുന്ന മുഴുവൻ ആളുകളെയും പിടിച്ചോണ്ട് പോക്കളെ കൊള്ളാവുന്ന എല്ലാവരെയും കൊണ്ടുപോകേണ്ടവരെല്ലാം അവർ കൊണ്ടുപോകും. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം പോകാനായി വന്നുകൊണ്ടിരിക്കുന്നത് എസ് വിജയകുമാർ ആണ്. അത് ഒരു സ്റ്റാർ ആങ്കറാണ്, 24-ന്റെ ഒരു മുഖമാണ്. മാത്രമല്ല 24-ലെ പ്രേക്ഷകരിൽ ഈ സമാധാന പ്രിയരായിട്ടുള്ള ഭയങ്കര സമാധാന പ്രിയനാണ് അദ്ദേഹം. ഭയങ്കര സമാധാന പ്രിയനായിട്ടുള്ള അവതരണ രീതി അതേപോലെയാണ്. വളരെ സമാധാനത്തോടെ എന്ത് കാര്യമാണെങ്കിലും എന്താ പറയാ വളരെ ബഹളം വെച്ചൊന്നുമില്ലാതെ. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. പക്ഷെ ബഹളം വെക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഭയങ്കര ബഹളം വെച്ച് ചടുലമായിട്ട് തുള്ളിച്ചാടി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നവരും ഇഷ്ടമുള്ളവരുണ്ട്. അപ്പുറത്ത് ഈ സമാധാന പ്രിയനായിട്ടുള്ള ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരും ധാരാളമായിട്ട് അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കഴിവിൽ കണ്ണുവെച്ചിട്ടാണ് ബിഗ് ടി വി അദ്ദേഹത്തെ കണ്ണുവെച്ചിരിക്കുന്നത്. ഇത് വീഡിയോ ഇനിയിപ്പോ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, അത് വേറെ കാര്യം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും പിന്നെ വിജയേട്ടൻ അവിടെ ഇരുന്ന് വാർത്ത വായിക്കുന്നത്. ഈ ഇല്ലടാ പറഞ്ഞ അങ്ങനെ പോകുന്നതേ ഉള്ളൂ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെയുള്ള ആംഗേഴ്സിന് ഇവർക്കൊക്കെ ഓരോ എന്താ പറയാ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മേഖലയുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അവർക്കുണ്ട്. ആ സ്റ്റൈൽ ആർക്കും പിടിക്കാൻ പറ്റില്ല. ആ സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെന്ത് ചെയ്യും? ഇവരവിടെ ഉണ്ടെങ്കിൽ വിജയേട്ടൻ ഇവിടെ ഉണ്ടോ, വിജയകുമാർ ഇവിടെ ഉണ്ടോ, വിജയകുമാറിന് ഞാനിവിടെ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു സ്റ്റൈലുള്ള മുഴുവൻ ആളുകളെയും ഒരിടത്ത് കൊണ്ടുവരികയാണ്. അതെ, നിങ്ങൾക്ക് വേറെ വേറെ ചാനലിൽ പോകണ്ട. അതെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് വെച്ചുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മാധ്യമ സുനാമി ആണ് ഈ പറയുന്ന ബിഗ് ടി വി എന്ന് പറയുന്ന സംവിധാനം. കാര്യം അവർ പിടിച്ചിരിക്കുന്നതെല്ലാം ആളുകൾ ഇഷ്ടപ്പെടുന്നവരെ നോക്കിയാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ്. ഒരു എന്താ പറയുക, ഹാഷ്മിയെ പോലെ ഉള്ള ഒരാളുണ്ടെങ്കിൽ അത് വേറൊരു രീതിയാണ്. ഹാഷ്മിയുടെ അവതരണം, ഹാഷ്മിയുടെ ഇൻട്രോ കേൾക്കാൻ വേണ്ടി തന്നെ ആൾക്കൂട്ടമുണ്ട്. വേറെ ഇൻട്രോയും ഇല്ല. അപ്പോൾ ഹാഷ്മി ഇവിടെ ഉണ്ട്, എസ് വിജയകുമാർ ഇവിടെയുണ്ട്, സുജിയ പാർവതി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആങ്കർ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മുഴുവൻ അത് പോയി കാണത്തില്ല. അതെ, എനിക്ക് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററാണ്. അതെ, വനിതാ ചീഫ് എഡിറ്റർ ആയിട്ട് അവർക്ക് അതിന്റെ ടാലന്റ് ഉണ്ട്. അവർക്ക് ടാലന്റ് ഉള്ള ആളാണ്. ടാലന്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും മതി. അവരുടെ പിന്നെ റിപ്പോർട്ടറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ സാലറി പറയുന്നതുകൊണ്ട് എന്തോന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയാം. റിപ്പോർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അറൗണ്ട് 2 lakhs ആയിരുന്നു. 24 വിട്ടാണല്ലോ പോകുന്നത്. 24 വിട്ട് റിപ്പോർട്ടറിൽ വരുമ്പോൾ 2 ലക്ഷം രൂപയോളമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോൾ ഏകദേശം 3:30 വരെ എത്തി. 3:30 വരെ എത്തി. ആ 3:30 ഇപ്പോൾ 7 മാറിയിരിക്കുന്നത്. ഇരട്ടിയാണ്. അതായത് താൻ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് 1 ലക്ഷം രൂപ മേടിക്കുമോ? നിങ്ങൾ വാ, ഞാൻ 2 ലക്ഷം രൂപ തരാം, നിങ്ങൾ പോകത്തില്ലേ? ഇനി ഇവിടെ ഇരിക്കുമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. അവര് എന്താ പറയാ, ക്യാഷ് എറിയാൻ തയ്യാറാണ്. അതായത് ഇപ്പൊ തന്നെ വലിയ പ്രശ്നമുണ്ട്. 3-ാം സ്ഥാനത്തിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. 3-ാം സ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ 2-ാം സ്ഥാനത്തിൽ ഒരു എന്താ പറയാ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ആ 2-ാം സ്ഥാനം എന്താ അങ്ങോട്ടും മാറി തിരിഞ്ഞും കളിക്കുന്നു. 2-ാം സ്ഥാനം മാറിയും തിരിഞ്ഞും കളിച്ച് അതിലിപ്പം ഒരു ചാനലിന് അതിലെന്താ പറയാ ഒരു സ്ഥിരത കിട്ടി. അവിടെ 2-ാം സ്ഥാനത്തിന് ചാനലിന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയുന്നില്ല. 2-ാം സ്ഥാനത്തിന് ഒരു സ്ഥിരത കിട്ടി. ഇപ്പൊ ഈ 3-ാം സ്ഥാനം മാറി കളിക്കാൻ തുടങ്ങി. 3-ാം സ്ഥാനത്ത് മനോരമ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറാൻ തുടങ്ങി. അപ്പൊ 3-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കടുത്ത മത്സരം നടക്കുന്നതിനിടെയാണ് ഈ ചാനൽ കൂടി ലോഞ്ച് ആവാൻ
പോകുന്നത്. ഏകദേശം 100-ലധികം ആളുകളെ അവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇവിടെയും നിൽക്കത്തില്ല. ഇനിയും അവർക്ക് താല്പര്യമുള്ളവരെയൊക്കെ തന്നെ അവർ വീണ്ടും വീണ്ടും സമീപിക്കും. നമ്മൾ പുറത്ത് വരുന്ന ഒരു വാർത്ത അനുസരിച്ച് ഹാഷ്മിയെ പോലും ഒരു നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹാഷ്മിയെ നോട്ടം ഇടാതിരിക്കത്തില്ല. ഹാഷ്മിയെ നോട്ടം ഇടാതിരിക്കാൻ കാര്യം, ഹാഷ്മിയെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത്, റിപ്പോർട്ടർ ഹാഷ്മിയെ നോട്ടമിടത്തില്ല. അവിടെ അരുൺകുമാർ ഉള്ളതുകൊണ്ട്, അദ്ദേഹം ഉള്ളതുകൊണ്ട് ഹാഷ്മിക്ക് അവിടെ ഒരു ഇതില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും ഹാഷ്മിയെ താല്പര്യമുണ്ട്. ബാക്കി എല്ലാവർക്കും താല്പര്യമുണ്ട്. ബിഗ് ടിവിക്ക് നല്ല താല്പര്യമുണ്ട്. ഹാഷ്മിയെ നോട്ടം ഇടുന്ന ഒരു ചാനലാണ് ഈ ബിഗ് ടി വി എന്ന് പറയുന്നത്. ഹാഷ്മിയും കൂടെ എടുക്കുകയാണെങ്കിൽ അവർ ഏകദേശം നമുക്ക് ഫില്ല എന്ന് പറയാൻ പറ്റും. കാരണം നല്ല ക്രൈം റിപ്പോർട്ടർമാരെ ഒക്കെ കിട്ടിയവർക്ക് ജോഷി കുര്യൻ അവിടെയുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, മോർണിംഗ് ഷോയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന, കയറി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ലക്ഷ്മി പത്മ, നല്ല രീതിയിൽ മോർണിംഗ് ഷോ അവതരിപ്പിക്കാൻ പറ്റുന്ന ലക്ഷ്മി പത്മ അവിടെയുണ്ട്. ഇപ്പോൾ വിജയേട്ടനൊക്കെ പോവുകയാണെങ്കിൽ, വിജയേട്ടൻ ഞാൻ വിളിക്കാൻ കാരണം എൻ്റെ ഗുരുവാണ്. ഞാൻ ബ്യൂറോ ചീഫായിട്ട്, റിപ്പോർട്ടറിൽ എൻ്റെ ബ്യൂറോ ചീഫായിരുന്നു പണ്ട്. 10-14 കൊല്ലം മുമ്പുള്ള കഥയാണ്. അന്ന് അദ്ദേഹം ഹൈക്കോടതി റിപ്പോർട്ടറാണ്, ഫേമസ് ആണ്. ഹൈക്കോടതിയിൽ അന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥ തന്നെ, ഈ ജസ്റ്റിസ് അവിടെ ഇരുന്നിട്ട് ഒരു വിധി പറഞ്ഞിട്ട് വിജയ അങ്ങനല്ലേ എന്ന് ചോദിക്കുന്നു. കാര്യം പുറത്തുള്ള കഥയാണ്, മാധ്യമ മേഖലയിലെ റിപ്പോർട്ടർമാരുടെ ഇടയിലെ കഥയാണ്. ജസ്റ്റിസ് വിധി പറഞ്ഞ ശേഷം വിജയ് ഇത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കണമെന്ന് ഉള്ള രീതി ഉണ്ടല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വാർത്ത, മലയാള മാധ്യമ മേഖലയിലെ ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നായിട്ടുള്ള അഭയ കേസിലെ നാർക്കോ അനാലിസിസിന്റെ വീഡിയോ അത് പുറത്തുവിട്ടത് വിജയേട്ടനാണ്. പുള്ളിയാണ്, വിജയകുമാറാണ്, എസ് വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് പുറത്തുവിട്ടത്. ആ വീഡിയോ പുറത്തുവിട്ടത്. ഒരുപാട് വാർത്തകൾ, ഇഷ്ടം പോലെ വാർത്തകൾ, ഞെട്ടിക്കുന്ന കുറെ സാധനങ്ങൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി നിൽക്കണമെന്നൊന്നുമില്ല. ഹൈക്കോടതിയിൽ നിന്ന് വിളി ഇദ്ദേഹത്തിന് വരും. ഹൈക്കോടതിയിലെ നേരത്തെ ഇപ്പോഴത്തെ പോലെ അല്ല, ഇപ്പം അങ്ങനെ പോകുന്നു എനിക്കറിയില്ല. നേരത്തെ റിപ്പോർട്ടർമാർ ഹൈക്കോടതിയിൽ പോയി കോടതി, പത്രങ്ങൾക്ക് പോലും കോടതി ലേഖകന്മാരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അഭിഭാഷകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റിപ്പോർട്ടർമാർ അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമില്ല. അതായത് അഭിഭാഷകർ, നമുക്കൊരു ലീഗൽ ഉള്ള നിലയ്ക്ക് ഈ അഭിഭാഷകർക്ക് അവരെ ഒരു ചാനൽ റിപ്പോർട്ടറെ പോലെ അങ്ങ് എടുക്കും. എന്നിട്ട് അവരിൽ നിന്നും വിവരങ്ങൾ റിപ്പോർട്ടറിലേക്ക് കിട്ടും. റിപ്പോർട്ടർ അത് ജേർണലിസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ രീതി. പണ്ടത്തെ പോലെ അങ്ങനെ റിപ്പോർട്ടർമാരെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കാര്യം എല്ലാവർക്കും കോടതി ലേഖകന്മാരെന്ന് പറയുന്ന അഭിഭാഷകരാണ്. ഇപ്പം അഭിഭാഷകർക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ രീതി. അങ്ങനെയുള്ള ഒരു ആളുകളെ കിട്ടുക എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരെ കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രേക്ഷകർ അങ്ങോട്ട് സ്കിപ്പ് ആവും. അതോടുകൂടി ഈ പറയുന്ന ചാനലിന്റെ റേറ്റിംഗ് താഴെ പോകും. അതായത് 2020 സിനിമയാണ് ബിഗ് ടി വി. എല്ലാ താരങ്ങളും ഉണ്ട്. അതെ, എല്ലാ താരങ്ങളെയും മലയാള മാധ്യമങ്ങളിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ട്. ജോഷി കുര്യൻ, ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ്, ഒരുമാതിരി വേണുഗോപാലകൃഷ്ണനുണ്ട്. നമ്മൾ ആ പേര് പറഞ്ഞില്ല. വേണുഗോപാലകൃഷ്ണനുണ്ട്. അങ്ങനെ ഒരുമാതിരി എല്ലാവരെയും അവരൊപ്പിച്ചെടുത്തു. അവർ ഇനി കയറി വരുമ്പോഴുണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ആദ്യം ഇങ്ങനെ താഴെ കിടക്കും, പിന്നെ ഇതിങ്ങ് കയറി വരും. താഴെ ആദ്യം 5 കാണിക്കും. അതായത് 5ാം സ്ഥാനമാണ് ഏത് ചാനൽ സ്റ്റാർട്ട് ചെയ്താലും എളുപ്പം പിടിക്കാൻ പറ്റുന്ന സ്ഥാനം. 5ാം സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിന്നെ അടുത്ത റേറ്റിംഗ് വരുമ്പോൾ വരുന്ന സമയത്ത് 2ാം സ്ഥാനത്തേക്ക് വരും. അത് റിപ്പോർട്ടർ TV അങ്ങനെ ആയിരുന്നു. ആദ്യം കുറച്ച് ദിവസം റിപ്പോർട്ടർ അങ്ങനെ ആയിരുന്നു. 5 കിടന്നിട്ട് പെട്ടെന്ന് ഒരു വരക്കം വന്നു. വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് അവർ കാര്യം അവരെല്ലാവരെയും കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഈ റിപ്പോർട്ടർ ആയാലും 24 ആയാലും ഒക്കെ വാർത്താ അവതരണത്തിന്റെ ഒരു സ്റ്റൈല്, അതായത് നമ്മളെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇരുന്ന് വർത്തമാനം പറയത്തില്ല ചില സമയത്ത്, അതുപോലെ മസിൽ പിടിച്ചൊന്നും ഇല്ലാതെ ഗൗരവമായ വിഷയത്തെ പോലും നമ്മളെ അവരുമായിട്ടൊക്കെ അല്ല, അങ്ങനല്ല പറഞ്ഞു, നമ്മൾ ഇവിടെ അല്ല, അല്ലാതെ വർത്തമാനം പറഞ്ഞു നമ്മുടെ വണ്ടി തള്ളാൻ നമ്മളെ ഉള്ളൂ. അതുപോലെ അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ആളുകളാണ്. അതെ. അപ്പം ആ ആളുകളെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, ഇനി പുതിയ താരങ്ങൾ ഉയർന്നു വരണം. അതെ. അതായത് ഈ ശ്രദ്ധിക്കപ്പെടാതെ ഡെസ്കിലിരിക്കുന്ന കുറച്ച് പേരുണ്ട്. രാവിലെ വരിക, ഫ്ലാഷോ ബ്രേക്കോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫുട്ടേജ് ടൈപ്പ് ചെയ്ത് കയറ്റി കൊടുക്കുക, ഇൻട്രോ ടൈപ്പ് ചെയ്ത് കയറ്റി കൊടുക്കുക. അതായത്
അതെ, അതെ, ടൈപ്പ് ചെയ്ത്, അതായത് അല്ലെങ്കിൽ ടെക്സ്റ്റ് വരുന്ന ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഉം. ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ എല്ലാ ദിവസവും എന്നാ കഴിവുള്ള ആളുകളാണ്. എന്നാ ഭയങ്കര ടാലന്റഡ് വരും. ഇങ്ങനെ ഡെസ്കിനുള്ളിൽ ഒതുങ്ങിപ്പോയ ആരെയെങ്കിലും പ്രതിഭയായിട്ട് ഉയർന്നു വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയാ, പിന്നെ അവരുടെ കാലമോ അവരുടെ കാലം ഉയർന്നു വരാതെ തരവില്ല. എല്ലാ കാലത്തും ഒന്നും നശിച്ചു പോകത്തില്ല, ഇല്ല. ഡെസ്കിൽ കിടക്കത്തില്ല. പണ്ടുണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ നിന്ന് ഏറ്റവും അവസാനം ഈ പറയുന്ന പോലെ എന്താ പ്രതിഭ ഉണ്ടായിട്ടും ഡെസ്കിൽ കിടന്ന് ഇതുപോലെ സ്ക്രോളും ഫ്ലാഷും ബ്രേക്കും ഒക്കെ ടൈപ്പ് ചെയ്ത് കയറ്റി കാലം കഴിച്ച് കടന്നു പോരും. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ ലക്ഷങ്ങളൊക്കെ എറിഞ്ഞ് എന്താ പറയുക, ടെലിവിഷൻ മീഡിയ ഈ രീതിയിലേക്ക്, ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ ഈ രീതിയിൽ വളരുമ്പോൾ പല പത്രം ഓഫീസുകളും വളരെ കഷ്ടപ്പാടാണ്. അത് സത്യമാണ്. പല ബ്യൂറോകളും പൂട്ടുവാണ്. നമ്മൾ പോലും അറിയാതെ പല പത്രം ഓഫീസുകളുടെയും ഓഫീസുകൾ പൂട്ടിയിട്ട് അവർ പോവുകയാണ്. അല്ലെങ്കിൽ അവരുടെ സ്ഥിരം പെർമനന്റ് സ്റ്റാഫുകൾ എടുത്തിട്ട് ഇവിടുന്ന് അടിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളെ, തിരുവനന്തപുരത്ത് അല്ല കൊച്ചിയിൽ ഇരിക്കുന്ന ആളെ എടുത്ത് കാസർഗോഡ് അടിക്കും. കാസർഗോഡ് പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് എടുത്ത് തിരുവനന്തപുരത്ത് വിടും. അതായത് ഇയാൾ ഇത് കെട്ടും പാട്ടം എടുത്ത് ഇങ്ങനെ നടക്കണം. നടന്ന അയാൾ തന്നെ എന്ത് ചെയ്യണം, റിസൈൻ ചെയ്ത് പോകണം. ഇതാണ് ഇപ്പോഴത്തെ രീതി. പത്രസ്ഥാപനങ്ങളിലൊന്നും പ്രൂഫ് റീഡേഴ്സ് ഇല്ല. അതെ, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. മലയാളത്തിലൊരു വലിയ പത്രത്തിൽ അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. എഡിറ്റർ ആ ആപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ആപ്പ് പറയും ഇത് ശരിയാണ് എന്ന് പറയും. കാലം ഇങ്ങനെ മാറിക്കൊണ്ടേ. അതാണ് പത്രം ഓഫീസിലെ, അതായത് ശരിക്കുള്ള മാധ്യമപ്രവർത്തകർ പത്രത്തിലെ മാധ്യമപ്രവർത്തകരാണ്. അതെ അതെ. കാര്യം അവരൊക്കെ എക്സാം എഴുതി പിന്നെ പല പല ഈ കടമ്പ കടന്നാണ് അവർ ഈ ജോലിയിലേക്ക് എത്തിയതും. അവർ ഈ ഒരുപാട് ഇപ്പോഴത്തെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമ്പ കടന്നിട്ട് വന്നവരാണ്, ആ രീതിയിൽ വന്നിട്ടുള്ളവരാണ്. പക്ഷേ പലർക്കും ഇപ്പോൾ ജോലി എന്ന് പറയുന്ന സാധനം ഇല്ല. വെറുതെ ഒരു പിന്നെ ഒരു പെർമനന്റ് സ്റ്റാഫിനെ കൊണ്ടുപോയിട്ട് ഒരു കാട്ടുമുക്കി കൊണ്ട് കളഞ്ഞു. അവിടെ ഒരു ബ്യൂറോ ഇട്ട് കൊടുത്തു. ഒരു ബ്യൂറോ അവിടെ നീ ജോലി ചെയ്തു. അവിടെ നിന്നുള്ള വിവരങ്ങൾ, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ആന ഇറങ്ങും, ഇടയ്ക്ക് കറണ്ട് പോവും, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആളെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അവസാനം രാജിവെച്ചു. ഇങ്ങനെയുള്ള രാജിവെപ്പും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് വലിയ രീതിയിലുള്ള സാലറി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിലേക്ക് ഇത്രയധികം ഫണ്ടിങ് നടത്തി മാധ്യമ സ്ഥാപനങ്ങൾ വരുമ്പോഴും പല ചാനലുകളുടെയും ഈ പറയുന്ന പോലെ സാമ്പത്തികമായി താഴെ കിടക്കുകയാണ്. ലാഭമില്ല. പല ചാനലുകൾക്കും ലാഭമില്ല. ലാഭത്തിലേക്ക് പല ചാനലുകളും എത്തിയിട്ടില്ല. പക്ഷെ ഇവരെന്ത് കണ്ടിട്ടാണ് ഈ വരുന്നത് എന്നുള്ളതാണ്. പിന്നെയും പുതിയ ചാനലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റേ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചാനൽ വരുന്നെന്നുള്ളതാണ് വാർത്ത. നമ്മുടെ മംഗളത്തിന്റെ ആയിട്ടുണ്ടായിരുന്ന. അതെ, അത് കേൾക്കുന്നുണ്ട്, കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം. പിന്നെ ആര് വന്നാലും ഏഷ്യാനെറ്റിന്റെ സ്ഥിരത അവിടെ ഉണ്ടാവും. അവർക്ക് ആ ഒന്നാം സ്ഥാനത്തിൽ സ്ഥിരതയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയാമോ, അവരുടെ ഈ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക, അവർ റേറ്റിംഗിൽ താഴെ പോകുന്നെന്ന് ഉള്ള തോന്നൽ വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഭയങ്കരമാണ്. അവിടെ നിന്നുള്ള എന്താ ദൃശ്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ആർക്കൈവ്സിൽ കിടക്കുന്ന സാധനം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. എന്താ 94 ഇതാ പിടിച്ചു, കരുണാകരനൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ആ സാധനം കാണാൻ വേണ്ടി ആളുകളും ഉണ്ട്. ഇത്രയും പഴക്കമുള്ള ദൃശ്യങ്ങൾ യൂട്യൂബിന്റെ ഇല്ലല്ലോ. യൂട്യൂബിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചാൽ യൂട്യൂബിലില്ല ഈ സാധനം. പക്ഷെ ഏഷ്യാനിലുണ്ട്. ഏഷ്യാനിൽ ഉണ്ട്. ഏഷ്യാനെറ്റ് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒരു വലിയ വാട്ടർമാർക്ക് ആ വിഷ്വലുണ്ടായിരിക്കും. വലിയ വെള്ള നിറത്തിലൊരു വാട്ടർമാർക്ക്. അത് ആരും അടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ട് അവരെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ അതൊരു കോപ്പിറൈറ്റ് അടിക്കും. അവരടിപ്പിക്കും. അതാണ്. ശരി.